അതുകൊണ്ടിട്ട് ഞാനൊരു പടം പിടിച്ച് അതിൽ നായകനായിട്ടോ അല്ലെങ്കിൽ വില്ലനായിട്ടോ ഒന്നും അഭിനയിക്കാൻ പോകുന്നില്ല. എൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ആരെങ്കിലും എനിക്കൊരു റോള് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും. സോ അത് തന്നെയാണ് ഈ ബിഗ് ബോസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഞാൻ പിന്നെ ഓരോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പിന്നെ ഡയറക്ടറെയൊക്കെ ചെന്ന് കണ്ടിട്ട് എനിക്ക് റോള് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നെ അറിയത്തില്ല. ഇപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും എന്നെ അറിയാം അല്ലേ. അത് വലിയൊരു ബിസിനസ്സാണ് സിനിമ. അതിൽ നമുക്കൊരു അരമണിക്കൂറുള്ള ഒരു റോള് കിട്ടിയാൽ പോലും അത് അവർ നമ്മളോട് കാണിക്കുന്ന വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിന് ആപ്റ്റാണെന്ന് എന്നെ തെളിയിക്കുക. എനിക്കൊരു ഫിലിമിൽ ഒരു റോള് ചെയ്യാൻ കഴിവുള്ളവനാണ് റോക്കി എന്ന് തെളിയിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോയിൽ പോയതെന്ന് തന്നെ വേണം പറയാൻ. ആയോ സിനിമ ഏതെങ്കിലും സിനിമയിലായോ? കുറേയൊക്കെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അറിയാലോ സിനിമയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലക്കല്ലേ, എല്ലാം ഫെയ്ത്തുമാണ്. ബിഗ് ബോസിൽ പോയതും ഫെയ്ത്താണ്. ഇങ്ങോട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയാൻ പറ്റാത്ത ലോകമാണല്ലോ. ആരാണ് ശരി ആരാണ് തെറ്റ്, എന്താണ് ശരി എന്താണ് കള്ളം, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതെ അതെ. അല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ 16 ദിവസം ഉണ്ടെങ്കിലും 16 ദിവസം കൊണ്ട് നിങ്ങളൊരു ഏതാണ്ട് എനിക്ക് 16 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തിട്ട് ഇറങ്ങിയ പോലെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. പക്ഷേ ഒരു 90% ആൾക്കാരും താങ്കൾ ചെയ്ത് തെറ്റാണ് വെളിയിറങ്ങിയപ്പോൾ അതിന് മുമ്പ് കൺഫെഷൻ റൂമിൽ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞു. അതിൻ്റെ കാരണം പശ്ചാത്താപമായിരുന്നു മീൻസ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചു പോയായിരുന്നു ഒരു 10-12 വർഷത്തിന് മുമ്പ്. അന്ന് ഞാൻ ഇതുപോലെ കരഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടേ ഇല്ല ലൈഫിൽ. അതിനുശേഷം എനിക്ക് തോന്നുന്നു 13 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ആദ്യമായിട്ട് കരയുന്നത്. ഓക്കെ, അതെനിക്ക് അത്രയും ഇപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അത്രയും നഷ്ടം എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു ഷോയിൽ നിന്ന് ഞാൻ ക്വിറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ റിജക്റ്റ് ചെയ്ത് ആ സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതൊരു ഫെയ്ത്ത് തന്നെയാണ് 100%. നമ്മളൊരു കാര്യം പറയുമല്ലോ, ഈ സമഗ്രമായ ഇച്ഛാശക്തിയോടുകൂടി നമ്മളൊരു കാര്യത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം അത് നമുക്ക് വേണ്ടി കൊണ്ടുതരാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിൽ പ്രപഞ്ചം ഗൂഢാലോചന നടത്തിയോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം എൻ്റെ ഇച്ഛാശക്തിയും ഞാൻ കൊടുത്ത ഡെഡിക്കേഷനൊന്നും ഈ ഷോയിൽ വന്ന് ആരും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അതുകൊണ്ടാണ് ഈ 16 ദിവസം കൊണ്ട് എന്നെ കുറച്ചെങ്കിലും ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ രാത്രിയിലല്ലേ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കോൺട്രവേഴ്സിയിൽ ഇഷ്ടംപോലെ നിൽക്കുന്ന ഒരാളാണ്. എവിടെ നോക്കിയാലും റോക്കി ബായുടെ കോൺട്രവേഴ്സിയാണ് വരുന്നത്. അപ്പം ആ സമയങ്ങളിൽ രാവിലെ ഓരോ വീഡിയോസ് ഇടാറുണ്ട്. ഒരു വീഡിയോയിൽ സിജോ എടുത്ത് സോറി പറയുന്നൊരു വീഡിയോ സിജോ പുറത്തിറങ്ങിയ ശേഷം വിളിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിബിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വാശിയോടെ സംസാരിക്കുക, ദേഷ്യത്തോടെ സംസാരിക്കുകയോ, അല്ലെങ്കിൽ താങ്കൾ വിളിച്ച് സോറി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇല്ല, സിജുവായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ട്, വിളിക്കാത്ത കുറച്ച് പേരുണ്ട്, എന്നാൽ വിളിച്ച കൂടുതൽ പേരും വിളിച്ചു, കുറച്ച് പേര് വിളിച്ചില്ല, അത്രേ ഉള്ളൂ. അല്ല ചോദിച്ചത്, അതിൽ സിജോ വിളിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ സോറി പറഞ്ഞപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഇല്ല ബ്രോ, സോറി ഇപ്പം ഞാൻ അവിടെ വെച്ചേ സോറി പറഞ്ഞായിരുന്നു. പറഞ്ഞില്ലേ റോക്കി കരഞ്ഞ് മെഴുകി അതാണ് ഇതാണ്. അതായത് ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ അഗ്രഷൻ കാണിച്ചാൽ നമ്മൾ എപ്പോഴും അഗ്രഷൻ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇമോഷണൽ കാണിച്ചാൽ എപ്പോഴും ഇമോഷൻ, നമ്മൾ കോമഡി കാണിച്ചാൽ എപ്പോഴും കോമഡിയാണ് ആ ഒരു ലെവലിൽ. സോ ഞാനൊരു ഹ്യൂമൻ ആണ് അല്ലേ. എനിക്ക് എല്ലാ തരത്തിലുള്ള വിചാരങ്ങളും ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള മൂഡ് സ്വിങ് ഉണ്ടാവും അല്ലേ. എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല, ഇരിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ കരഞ്ഞത്. ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് കരഞ്ഞത്, കുറ്റബോധം കൊണ്ടാണ് കരഞ്ഞത്, നഷ്ടബോധം കൊണ്ടാണ്. നഷ്ടബോധം കുറ്റബോധം എല്ലാം ഉണ്ട്. ഞാൻ അപ്പോഴേ മാപ്പ് ചോദിച്ചു സിജോയുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും നാട്ടുകാരുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും. കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല. എനിക്കിപ്പോൾ റിഗ്രറ്റ്, ഇപ്പോൾ ചില ആൾക്കാർ കുറ്റബോധം ഇല്ല റോക്കി, കുറ്റബോധമില്ല. കുറ്റം ചെയ്തില്ല ബ്രോ, കുറ്റം ഞാൻ ചെയ്തില്ല. കുറ്റം ചെയ്തെങ്കിലേ എനിക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമുള്ളൂ. മീൻസ് അതൊരു ആക്സിഡൻറ്റിൽ സംഭവിച്ചതാണ്, ഒരു ആക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായ റിയാക്ഷൻ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ പുറത്തോട്ട് പെട്ടെന്ന് പോകും, നമ്മൾ നല്ല ഡ്രൈവറായിരിക്കും, എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. വേറൊരാൾ കൊണ്ടുവന്ന് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചാലും ആക്സിഡൻ്റ് അല്ലേ ബ്രോ? ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആൾക്കാർ പറയും റോക്കിക്ക് അത്ര സമീപനം ഇല്ലേ, റോക്കി ഇത്ര ഷോർട്ട് ടെമ്പേർഡാണോ, റോക്കി അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. ബ്രോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തളർവാദം പിടിച്ച് കിടക്കണവനും കൈപൊക്കി അടിച്ചു പോകുന്ന രീതിയിലായിരുന്നു അത്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു 5 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള സംഭവമാണ്. അത് രാവിലെ എത്ര മണിക്ക് തുടങ്ങിയ സംഭവം എന്നറിയാം. ആ ഒരു പ്രോബ്ലം ഒക്കെ എന്ന് വെച്ചാൽ ഞാനും സിജോയും തമ്മിൽ ഏകദേശം 2-3 മണിക്കൂറാണ് ഈ ഒരു പ്രോബ്ലം. അതിനു മുമ്പ് അപ്സരയായിട്ടുള്ള പ്രോബ്ലം. അതിനു മുമ്പ് മോർണിംഗ് അവിടെ ഫുഡില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. തലേദിവസത്തെ ഫുഡ് ചൂടാക്കി, തലേദിവസം ഫുഡ് കഴിച്ചാൽ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായി, ഫുഡ് പോയ്സൺ ഉണ്ടായി.
എന്നിട്ട് പിറ്റേന്ന് രാവിലെ പഴയ ഫുഡ് എടുത്ത് ചൂടാക്കി ഫുഡില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ക്യാപ്റ്റൻ മാറി പുതിയ ക്യാപ്റ്റൻ ചുമതല എടുത്ത് സിജോ. പക്ഷെ അപ്സരയ്ക്ക് അറിഞ്ഞൂടാ ആരാണ് അന്നത്തെ ക്യാപ്റ്റൻ എന്ന് അറിഞ്ഞൂടാ, സിജോയ്ക്കും അറിഞ്ഞൂടാ ആരാണ് ക്യാപ്റ്റൻ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല അവിടെ, എന്നിട്ട് ലഞ്ചും ഉണ്ടാക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ സംസാരിച്ചത് ഇവിടെ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്. അത് എനിക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിലും റോക്കിക്ക് വേണ്ടി റോക്കി അവിടെ സംസാരിച്ചിട്ടേ ഇല്ല. അവിടെ ഞാൻ എപ്പോഴും അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് സംസാരിച്ചെങ്കിൽ ഇത്രയും ഫൈറ്റ് വരെ എത്തിയപ്പോഴും ആരും പിടിച്ചു മാറ്റാൻ വന്നില്ലല്ലോ. പിടിച്ചു മാറ്റാൻ വന്നില്ല, കാര്യം എല്ലാവരുടെയും ആവശ്യപ്പെടുന്നു ബ്രോ, പുറത്താവണം. എല്ലാവരുടെയും ആവശ്യപ്പെടുന്നു ഞാൻ പുറത്താവേണ്ടത്. അതെന്തുകൊണ്ടാണത്? ഇപ്പം എന്നെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമായിരുന്നു, ബിഗ് ബോസിന് വിലക്കാമായിരുന്നു അല്ലേ, നിർത്തിയിട്ട് കൺഫെഷൻ റൂമിൽ വരാൻ പറയാമായിരുന്നു. ആരും ശ്രമിച്ചില്ല. അതാണ് അതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായിട്ടുള്ള വലിയ വലിയ അജണ്ടകളുണ്ട് ബ്രോ. ആ അജണ്ടയുടെ കാര്യമാണ് ചോദിക്കുന്നത്. കാര്യം ബിഗ് ബോസിലെ വിന്നറാവേണ്ട ജാസ്മിൻ ആണെന്നാണ് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അത് മാറ്റിമറിച്ചുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ് ജിൻഡപ്പന് വന്നത്. പക്ഷെ അവിടെ വെളിയിൽ കുറേ ആൾക്കാർ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ്, അവിടെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഇന്നതുപോലെ ചെയ്തു. എനിക്ക് ജിൻഡോ അടിച്ചപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്, അതായത് ജിൻഡോ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടത്. അപ്പം ആൾക്കാർ അതായത് എന്തോ പറയാൻ, യുദ്ധവും കഴിഞ്ഞ ആൾക്കാരും പോയി, എല്ലാം കഴിഞ്ഞ് സംഭവം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് പറയേണ്ട, ഇപ്പം ഇതിൻ്റെ വീടാണ്, ഞാൻ അങ്ങോട്ട് വന്നതല്ല, ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയണം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പം അതെൻ്റെ അഭിപ്രായമാണ്. ഞാൻ കണ്ടത് അവിടുന്ന് വ്യക്തമായിട്ട് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ജാസ്മിനെയും കണ്ടതാണ്, അതുപോലെ തന്നെ ജിൻഡോയെയും കണ്ടതാണ്, ബാക്കിയുള്ള എല്ലാവരെയും എനിക്കറിയാം. അതിൽ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കത്തില്ല ജിൻഡോ ഒരു ബിഗ് ബോസ് സീസൺ 6 വിന്നർ ആവാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ബ്രോ. ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ അംഗീകാരം പിന്നെ എൻ്റെ അംഗീകാരമാണോ മറ്റാണോ മറിച്ചാണോ എന്ന് പറഞ്ഞിട്ട് പൊങ്കാലാണ് തെറി വിളിക്കണം. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരു 5000-ന് മേലിൽ തെറി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ ഞാൻ എന്ത് ചെയ്തിട്ടാണ്. സോ ഞാൻ എപ്പോഴും ബ്രോ ഞാൻ ജെന്യൂനായിട്ട് എനിക്ക് പേടിയില്ല. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലമേ അതാണ്. അതെൻ്റെ ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്ന രീതിയിലായിരിക്കും. ഞാനാരെയും ഭയക്കുന്നില്ല, എനിക്ക് പേടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമ്പോഴത്തേക്കും അത് ആൾക്കാർക്ക് കൊള്ളുമ്പോഴത്തേക്കും അവർ പല വൃത്തികെട്ട രീതിയിലും അതിനെ തിരിച്ച് പറയും. ഇപ്പം കംപ്ലീറ്റ് ഫേക്കായിട്ടുള്ള പ്രൊഫൈലിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള തള്ളക്കി വിളി, വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയൽ, മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്, അത് അങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായിരിക്കുമെന്ന്. ഇപ്പം ഇതിൻ്റെ താഴെയും വരും, കുറേ പേര് വരും, കുറേ തെറി വിളിക്കും. നിങ്ങൾക്കും വരും, എനിക്കും വരും, ഉറപ്പായിട്ടും വരും. പക്ഷെ ഞാൻ ഡസൻ മാറ്റർ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിൻ്റെ പുറകിൽ പോയി കാര്യങ്ങൾ നോക്കുന്ന ഒരാൾക്കാണ്. അതെ, ഉറപ്പായിട്ടും. അപ്പം ഇത് ഇപ്പം നിങ്ങളുടെ വായന്ന് മൊത്തം പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്, അതിനകത്ത് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ അടിക്കാൻ പറ്റിയ സാഹചര്യം ആ സിറ്റുവേഷനിൽ പറ്റിപ്പോയി. എന്താണ് കാരണം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് ഒരിക്കലും ശരി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം മേലിൽ എൻ്റെ റൂമിൽ വന്നാൽ അറിയാൻ പറ്റും, ഞാൻ 100 ദിവസത്തെ ഡ്രസ്സും കൊണ്ട് പോയ ഒരാളാണ്. അത് എങ്ങനെയുള്ള കാര്യമില്ല, എനിക്ക് എല്ലാത്തിനും വ്യക്തമായ അജണ്ടകളുണ്ടായിരുന്നു. സോ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, സോ എങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടണം, ഇതെല്ലാത്തിലും എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് പോയത്. അല്ല, മീൻസ് ഞാൻ അങ്ങനെ തന്നെയാണ് ബ്രോ. ഇതിപ്പം ഈ ഷോയിൽ നിങ്ങൾ കണ്ട റോക്കി തന്നെയാണ് എൻ്റെ റിയൽ ജീവിതത്തിൽ.